വിഷ്ണു അച്ഛൻ. എന്റെ അമ്മേ, എന്താ അമ്മ ഇതൊക്കെ? അച്ഛനെ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞല്ലേ. എടാ, വാതിക്കൽ ഇരിക്കുന്നത് കണ്ടിട്ടാ ഞാൻ അകത്തോട്ട് കയറിയത്. കവർ പൊട്ടിച്ചെണ്ണ പാത്രത്തിലോട്ട് ഒഴിക്കുന്ന സമയമായിട്ടുള്ളൂ. തിരിച്ചു വാതിക്ക വന്നപ്പോ ആളില്ല. അല്ല, സുബൈറിന്റെ വീട്ടിലും ചെന്നിട്ടില്ല. അമ്മേ, അച്ഛൻ ഇങ്ങനെ ഓർമ്മക്കുറവുള്ള കാര്യം അമ്മയ്ക്ക് അറിയാലോ. എടാ, എന്റെ ദൈവമേ, എവിടെ പോയി നോക്കാനാ നീ? എടാ, സാധാരണ കാറ്റ് കൊള്ളാനായി പോയി ഇരിക്കാറുള്ളത് ആ ഉപ്പുകണ്ടം പാടത്താ. ഞാൻ അവിടെയും പോയി നോക്കി, അവിടെയും ചെന്നിട്ടില്ലെന്നാ പറഞ്ഞേ. അപ്പൊ പിന്നെ അച്ഛനത് എവിടെയാ പോയേ? എനിക്ക് വയ്യ. ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങളാ. എടാ, ചിലപ്പോ ഓർമ്മക്കുറവിൽ പറ്റിപ്പോയതായിരിക്കും. എവിടെയെങ്കിലും പോയി നിന്നിട്ട് തിരിച്ചു വരാൻ സ്ഥലം അറിയുന്നുണ്ടാവില്ല. അമ്മേ, അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മളിപ്പോ എവിടെ പോയിട്ട് തിരക്കുക? ആരാടാ? ശാലിനി, അച്ഛനെ കാണാനില്ല. എവിടെയാണെന്ന് അറിയൂല. ഞാനും അമ്മ ഇപ്പൊ വല്ലാത്തൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഞാൻ അക്കാര്യം പറയാൻ തന്നെ വിളിച്ചത്. അച്ഛൻ നമ്മുടെ പഴയ വീട്ടിലുണ്ട്. എവിടെ? ശ്യാമയുടെ അടുത്ത്. അതായത് നമ്മുടെ ലേലം ചെയ്തു പോയ വീട്ടില്. അമ്മ, അച്ഛൻ പഴയ വീട്ടിലുണ്ടെന്ന്? അയ്യോ, ഇതെങ്ങനെ അവിടെ എത്തി? ആര് കൊണ്ടെന്ന് അവിടെ ആക്കി? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ശാലിനി, അച്ഛൻ അവിടെ എന്തിനാ ചെന്നെന്നതിന് പറഞ്ഞോ? ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം കേട്ടിട്ട് വിഷ്ണുട്ടൻ ടെൻഷൻ അടിക്കൊന്നും ചെയ്യണ്ട. വീട് വിറ്റ കാര്യമൊന്നും അച്ഛന്റെ ഓർമ്മയിലില്ലെന്നാ ശ്യാമ പറയുന്നത്. സ്വന്തം വീട്ടിൽ നിന്ന് പെരുമാറുന്ന പോലെയൊക്കെ അച്ഛൻ അവിടെ ചെന്ന് പെരുമാറുന്നെന്നാ പറഞ്ഞ്. സത്യമേ അന്വേഷിക്കുന്നുണ്ട്. ശാലിനി, നമ്മുടെ അച്ഛൻ അച്ഛന് ഓർമ്മക്കുറവുള്ളതല്ലേ വിഷ്ണുട്ട? ഇതിപ്പം സ്വന്തം വീട്ടിൽ ചെന്നപ്പോ പൂർണ്ണമായിട്ടും മനസ്സ് കയ്യിൽ നിന്ന് പോയി. ഇനിയിപ്പോ എന്താ ഞാൻ ചെയ്യാ? എനിക്ക് ഇതൊക്കെ കേട്ടിട്ട് ആകെ തല മരവിച്ചിരിക്കുക. എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല. എല്ലാത്തിനും നമുക്ക് വഴി ഉണ്ടാക്കാം. വിഷ്ണുട്ടൻ അങ്ങോട്ട് വാ, ഞാനും അങ്ങോട്ട് വരാം. എന്നിട്ട് അച്ഛനെ നമുക്ക് കൂട്ടിക്കൊണ്ടുപോരാം. എന്നിട്ട് ആലോചിക്കാം എന്താ ചെയ്യേണ്ടതെന്ന്. മോന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ആദ്യം ഞാൻ അവിടെ ഒന്ന് ചെല്ലട്ടെ, എന്നിട്ട് ഞാൻ അമ്മയെ വിളിക്കാം. അമ്മ പേടിക്കാതിരിക്കാൻ പോയിട്ട് വരാം. എന്തിനാണ് ഈ മനുഷ്യൻ അങ്ങോട്ട് പോയത്? പറഞ്ഞാലും കേൾക്കത്തില്ല. എല്ലാം കരിയേറി കാട് പിടിച്ചിട്ട് ഇതൊന്നും പറക്കി കളയത്തുമില്ല. ഈശ്വര, അച്ഛൻ ഇത് എന്തിനുള്ള പുറപ്പാടാ?